Hi friends, again welcome back to my channel. What we eat in a Thai cuisine കണ്ടല്ലോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നവനക്കോണിലുള്ള ഒരു തായ് റെസ്റ്റോറൻറ്റിലേക്കാണ്. കയ്യാൻ കോറോട്ട് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ നെയിം വരുന്നത്. ഈ ചെയറൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈവനിങ് മുതലാണ് ഇവിടെ ഡിന്നർ വിത്ത് മ്യൂസിക് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ളി ക്രൗഡഡ് ആവും. ഇവിടുത്തെ ഡിഷസൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള മെനുകൾ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. ഫുഡ് ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ്, സലാഡ്, പിന്നെ തായ് കാഷ്യൂ ചിക്കൻ, പിന്നെ ലാലിക്ക് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അവിടെ വിങ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഡെയിലി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഐറ്റംസ് അതൊക്കെ ഈ ബാനറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഓർഡർ ചെയ്ത ഒരു ഐറ്റം വന്നു. അതിൻ്റെ കൂടെ തന്നെ അവരൊരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മൊത്തം ലീവ്സ് ആയിരുന്നു, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലീവ്സ് ആണ്. അത് നമുക്ക് റൈസിൻ്റെ കൂടെയും കഴിക്കാം, വെറുതെയും കഴിക്കാം. ലാലി ചിക്കൻ കഴിക്കാൻ പോവാം. അപ്പോഴേക്കും അത് നല്ല ഹോട്ടായിരുന്നു, നല്ല ചൂട് കാരണം ലാലിക്ക് അപ്പോൾ കഴിക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് ലാലി സ്പൂണ് വെച്ച് ഫോർക്ക് വെച്ചിട്ട് കഴിക്കാൻ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടുത്തെ ചിക്കൻ ഫ്രൈ നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡെല്ലാം എത്തി. ഞാൻ തായ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ചില ഫുഡ് മാത്രമേ ഞാൻ ട്രൈ ചെയ്യൂ കേട്ടോ. ചിലതൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റാത്തതാണ്, അപ്പോൾ ഞാൻ കഴിക്കില്ല. ഏട്ടന് അത്യാവശ്യം എല്ലാ ഫുഡും ട്രൈ ചെയ്യാറുണ്ട്, ഏകദേശം എല്ലാം കഴിക്കും. പക്ഷേ ഇങ്ങനെ ഞാനുള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മാത്രമേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. തായ് ഡിഷസിൽ എൻ്റെ ഫേവറേറ്റ് ഡിഷസാണ് ഇതൊക്കെ. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതാണ് കൗപ്പത്ത്, അതായത് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇവിടെ ഫ്രൈഡ് റൈസ് നമുക്ക് ചിക്കനിൽ കിട്ടും, എഗ്സിൽ കിട്ടും, മീറ്റിൽ കിട്ടും, പിന്നെ ഷ്രിമ്പിൽ കിട്ടും. അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഡിഷസ് ഉണ്ട് ഫ്രൈഡ് റൈസിൽ വരുന്നത്. കൗപ്പത്തിൽ ആഡ് ചെയ്യുന്ന വെച്ചാൽ ഗാർലിക് ഉണ്ടാവും, പിന്നെ എഗ്, സോയാ സോസ്, ഗ്രീൻ പീസ്, പെപ്പർ, ക്യാരറ്റ്, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ കുക്ക്ഡ് റൈസ്. നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. റൈസിൻ്റെ സൈഡിലായിട്ട് കുക്കുംബറും റെഡ് ചില്ലി ഫ്ലേവർ ലിക്വിഡ്, സ്പ്രിംഗ് ഓണിയനും ലെമണും വെച്ചിട്ടുണ്ടാവും. ഇതാണ് സൊംതം, അതായത് പപ്പായ സലാഡ്. ഇത് പപ്പായയിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് കുക്കുംബറിലും സ്വീറ്റ് കോണിലും ഒക്കെ ഇതേപോലത്തെ സലാഡ് കിട്ടുന്നതാണ്. ഈ സലാഡിൽ അവർ മെയിനായിട്ട് ആഡ് ആക്കുന്നത് പപ്പായ, ടൊമാറ്റോസ്, ഗ്രീൻ പീസ്, പീനട്ട്സ്, ചില്ലി, പിന്നെ ഷ്രിമ്പ്, പിന്നെ ലൈം. ഇത് മൊത്തം ചേർക്കുന്നുണ്ടെന്ന് വെച്ചാൽ എന്താ പറയുക, നല്ല മധുരവും ഉപ്പും എരിവും ഒക്കെ ചേർന്ന നല്ലൊരു ഡിഷാണ്. ഇതാണ് തായ് കാഷ്യൂ ചിക്കൻ. ഇതെൻ്റെ ഫേവറേറ്റ് ഡിഷാണ് കേട്ടോ. ഇതിൽ അവർ മെയിനായിട്ട് ആഡ് ആക്കുന്നത് ബോൺലെസ് ചിക്കൻ, പിന്നെ കാഷ്യൂനട്ട്, ഒണിയൻ, പെപ്പർ, സോയാ സോസ്, വെജിറ്റബിൾ ഓയിൽ, സ്പ്രിംഗ് ഒണിയൻ, ഗാർലിക്ക്, പിന്നെ ഷുഗർ, പിന്നെ ക്യാരറ്റ്, പിന്നെ ടൊമാറ്റോ, ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ വറ്റൽ മുളക്. ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് അവർ ഈ ചിക്കൻ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ഫ്രൈഡ് ചിക്കനാണ് വിത്ത് സോസ്. അത് ലാലിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അവൾക്ക് ലെഗാണ് ഇഷ്ടം, പക്ഷെ അതവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വിങ്സാണ് വാങ്ങിച്ചത്. ഈ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ഡിഷസ് ഇൻ തായ്ലൻഡ് എന്ന് പറയുന്നത്. ഈ ഫുഡ് ഐറ്റംസ് എല്ലാം നിങ്ങൾ തായ്ലൻഡിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം നല്ല വേറെ തന്നെ ഒരു ഫ്ലേവറും വേറെ തന്നെ ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ ഓക്കെ, ബൈ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ.